ഓം ശാന്തി. ജീവിതത്തിൽ സക്സസ്ഫുള്ളായി മുന്നേറുക, ഇതെല്ലാവരുടെയും സ്വപ്നമാണ്. സദാ സക്സസ് സ്വന്തമാക്കാൻ സഹായിക്കുന്ന സൂപ്പർ പവറാണ് വിൽ പവർ. ഇന്ന് നമ്മൾ വിൽ പവറിനെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്താണ് വിൽ പവർ? ഒരു ഓർഡിനറി മേനെ എക്സ്ട്രാ ഓർഡിനറിയുമാക്കി മാറ്റുന്ന ആ ഒരു കപ്പാസിറ്റി അഥവാ ആ പവറാണ് വിൽ പവർ എന്ന് പറയുന്നത്. ഏത് പ്രതിസന്ധിയെയും അതിജീവിച്ചുകൊണ്ട് ലക്ഷ്യത്തിലെത്തിച്ചേരാൻ സഹായിക്കുന്ന ആ പവറാണ് വിൽ പവർ. ഒരു കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ നിരന്തരമായി അത് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള അതിന് സഹായിക്കുന്ന പവർ, അതിൻ്റെ പേരാണ് വിൽ പവർ. വിൽ പവർ എല്ലാ തലത്തിലുള്ളവർക്കും ആവശ്യമാണ്. അതിനെക്കുറിച്ച് പൂർണ്ണമായി അറിയുകയും മനസ്സിലാക്കുകയും എല്ലാവരും ചെയ്യേണ്ട ഒരു കർത്തവ്യമാണ്. വിൽ പവർ ഉണ്ടെങ്കിലേ ജീവിതത്തിനെ ആനന്ദദായകമാക്കി മാറ്റാൻ സാധിക്കുള്ളൂ. ഇല്ലെങ്കിൽ ഒരു സാധാരണ ജീവിതം നയിച്ച് അവസാനിക്കും. അതുകൊണ്ട് ഏത് മേഖലയിലാണെങ്കിലും, വിദ്യാർത്ഥിയാകട്ടെ, ഡോക്ടറാവട്ടെ, വക്കീലാകട്ടെ, ബിസിനസ്മാൻ ആകട്ടെ, അതൊരു സിംഗർ ആകട്ടെ, ആർട്ടിസ്റ്റ് ആകട്ടെ, ഏത് മേഖലയിൽ പ്രവർത്തിക്കുകയാണെങ്കിലും ആ പ്രവർത്തന മേഖലയിലൊക്കെ തന്നെ എക്സ്ട്രാ ഓർഡിനറി ഹൈറ്റ്സിലെത്തി സക്സസ്ഫുള്ളായി മാറണമെങ്കിൽ, സൂപ്പർ സ്റ്റാറായി മാറണമെങ്കിൽ സഹായിക്കുന്ന ശക്തിയായിരിക്കുന്ന വിൽ പവറിനെ, ആ സൂപ്പർ പവറിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. വേർ ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ എന്നാണ് പൊതുവെ പറയാറ്. കാരണം തടസ്സങ്ങൾ വന്നെന്നിരിക്കാം. തടസ്സങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ നമുക്കൊരു ഇച്ഛ, ഒരു വില്ലുണ്ടായിരിക്കണം. ആ വില്ലിനെ ശക്തിയാക്കി മാറ്റുമ്പോഴാണ് തടസ്സങ്ങളെല്ലാം നമ്മൾ വളരെ ലഘുവായി മറികടന്നുകൊണ്ട്, അഥവാ തടസ്സങ്ങൾക്ക് തടയാൻ പറ്റാത്ത ഒരു ശക്തമായ പവറായി നമുക്ക് മുന്നേറാൻ പറ്റുന്നത്. എല്ലാ മനുഷ്യ ജീവിതത്തിലും എപ്പോഴും നമ്മൾ കാണുന്നൊരു സീനാണ്. പുതുവർഷം വരുമ്പോൾ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒരുപാട് നമ്മൾ സ്വീകരിക്കും. പക്ഷേ മിക്കവാറും പേര് ഒരു മാസം, ഒരാഴ്ച അല്ലെങ്കിൽ 2 ദിവസം ചെയ്തുപേക്ഷിക്കുന്നവർ, ചിലവർ റെസൊല്യൂഷനൊക്കെ എടുത്തതിന് ശേഷം പിന്നെ അത് പ്രവർത്തിക്കാത്തവർ, ഇതാണ് മിക്കവാറും കാണുന്ന ഒരു ട്രെൻഡ്. കാരണം എന്താണ്? അവരുടെ ഉള്ളിൽ വിൽ പവറിൻ്റെ പെർസെൻറ്റേജ് കുറവാണ്. അഥവാ ലാക്ക് ഓഫ് വിൽ പവർ ലക്ഷ്യത്തിലേക്ക് എത്താൻ സഹായിക്കുന്നില്ല. വേറെ ചിലവർക്കുള്ളൊരു പ്രയാസം പല എഡിക്ഷൻസ്, ഡ്രഗ് അഡിക്ഷൻ ആവാം, അല്ലെങ്കിൽ നിരന്തരം പുകവലിയാവാം, മദ്യമാവാം, അല്ലെങ്കിൽ മൊബൈലാവാം, ഇൻ്റർനെറ്റ് ആവാം. ഇങ്ങനെ പലതരം എഡിക്ഷൻസ് നമ്മളിന്ന് കാണുന്നുണ്ട്. ഈ എഡിക്ഷൻസിൽ പെട്ടുകഴിഞ്ഞതിന് ശേഷം രക്ഷപ്പെടണം എന്ന് ഉറച്ചു തീരുമാനിക്കുകയും പക്ഷെ ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വയ്ക്കാൻ സാധിക്കാത്ത, എന്നും അതിൻ്റെ തന്നെ ബന്ധനത്തിലിരുന്ന് ജീവിക്കുന്ന എത്രയോ സഹോദരന്മാരെ, അഥവാ ഒരു വലിയ ശതമാനം ആളുകളെ നമുക്കിന്ന് കാണാം. എന്താണ് സംഭവിക്കുന്നത്? ലാക്ക് ഓഫ് വിൽ പവർ, അഥവാ അവരുടെ ഉള്ളിൽ വിൽ പവറിൻ്റെ പെർസെൻറ്റേജ് വളരെ കുറവാണ്. അവർക്കത് പ്രവർത്തിക്കാനുള്ള ശക്തി കിട്ടുന്നില്ല. അപ്പോൾ വിൽ പവർ എന്ന് പറയുന്നത് നമ്മളെ ഏറ്റവും വലിയ ശക്തിയാണ്, ഏറ്റവും വലിയ പവറാണ്. അത് ആർക്കുണ്ടോ അവർക്ക് എന്തും നേടാൻ സാധിക്കും. ഒരു മൗണ്ടൻ മാൻ എന്ന് തന്നെ അറിയപ്പെടുന്ന ദശരഥ് സാഞ്ചി പർവ്വതത്തിനെ ഒറ്റയ്ക്ക് ചുറ്റിക കൊണ്ടടിച്ച് പൊളിച്ച് റോഡ് തയ്യാറാക്കിയ മനുഷ്യൻ. അദ്ദേഹത്തിൽ പ്രവർത്തിച്ചത് എന്നതാണ്? വിൽ പവർ. റെയിൽവേ ട്രാക്കിൽ കാലുപോയി എല്ല് തകർന്നു കിടന്ന ആ ഒരു വനിത കുറച്ച് കാലങ്ങൾക്ക് ശേഷം മൗണ്ട് എവറസ്റ്റിൻ്റെ മുകളിൽ ഭാരതാംബയുടെ പതാക പാറിച്ചു. അവരാണ് അരുണിമ സിൻഹ. എന്ത് ശക്തിയായിരുന്നു, ഏത് സൂപ്പർ പവറാണ് അവർ ഉപയോഗിച്ചത്? വിൽ പവർ. 1000 പ്രാവശ്യം തോറ്റിട്ടും ലക്ഷ്യം കാണും വരെ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ട് ലോകത്തിന് മുഴുവൻ വെളിച്ചം നൽകുന്ന ബൾബ് കണ്ടുപിടിച്ച തോമസ് ആൽവ എഡിസൺ, അദ്ദേഹം ആ പ്രവർത്തനത്തിലേക്ക്, ലക്ഷ്യത്തിലേക്ക് എത്താൻ സഹായിച്ച സൂപ്പർ പവർ അതെന്താണ്? വിൽ പവർ. മഹാത്മാഗാന്ധി, ഝാൻസി റാണി, നമ്മുടെ ഭാരതത്തിലും ലോകത്തിലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സൂപ്പർ സ്റ്റാറായി ഇന്ന് ലോകം എന്നെന്നും ഓർമ്മിക്കുന്ന സുവർണ താളുകളിൽ ആരുടെയെല്ലാം പേരെഴുതപ്പെട്ടിട്ടുണ്ടോ അവരെല്ലാം തന്നെ വിൽ പവർ എന്ന് പറയുന്ന ആ സൂപ്പർ പവറിനെ സ്വന്തമാക്കിയവരാണ്. അനേകം വ്യക്തികളിങ്ങനെ വലിയ വലിയ സാഹസങ്ങളെ
അതിജീവിച്ചുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ കുറേ വ്യക്തികൾ കൊച്ചു കൊച്ചു സ്വഭാവങ്ങൾക്ക് പോലും അതിനെ തിരുത്താൻ പോലും എന്നെ കൊണ്ടാകുന്നില്ല, എൻ്റെ ഈ സ്വഭാവം എനിക്ക് തിരുത്താൻ പറ്റുന്നില്ല, ഈ സ്വഭാവത്തിന് എനിക്ക് അതിജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പരാതി പറയുന്ന വേറൊരു വിഭാഗം ആളുകളിൽ നമ്മൾ കാണാറുണ്ട്. എന്താ കാരണം? അവരിൽ വിൽ പവറിൻ്റെ കുറവാണ്, അഥവാ അവരുടെ ഉള്ളിൽ വിൽ പവറിൻ്റെ പെർസെൻറ്റേജ് വളരെ കുറവാണ്. ഇവിടെ ഒരു വലിയ സന്തോഷ വാർത്ത, ഈ വിൽ പവർ എന്ന് പറയുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും തന്നെ ഡെവലപ്പ് ചെയ്യാവുന്ന ഒന്നാണ്. അതുകൊണ്ട് വിൽ പവറിനെ എത്ര ഡെവലപ്പ് ചെയ്യുന്നോ അത്രയും നമുക്ക് സക്സസ്സിലേക്ക് പോകുന്നത് ഈസി ആയിരിക്കും. എത്രയും നമ്മൾ ആ വിൽ പവറിനെ ട്രെയിൻ ചെയ്യുന്നോ ആ വിൽ പവർ നമുക്ക് വേണ്ട എല്ലാം ഗെയിൻ ചെയ്യും, അഥവാ എല്ലാം നേടിത്തരും. അസംഭവ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളും നേടിത്തരുന്ന ഒരു അമാനുഷികമായ ശക്തിയാണ് ഈ വിൽ പവർ. പണ്ട് റൈറ്റ് സഹോദരന്മാർ ആദ്യമായിട്ട് വിമാനം കണ്ടുപിടിച്ച സമയം ഒരു ലോഹക്കഷ്ണം ആകാശത്തിൽ പറന്നുയരി സാധിക്കുന്ന കാര്യമല്ല എന്നായിരുന്നു ലോകം മുഴുവൻ വിശ്വസിച്ചത്. പക്ഷേ ഇന്ന് വിമാനത്തിൽ സുഗമമായി നമ്മൾ യാത്ര ചെയ്യുന്നു. അവരെ ആ ഒരു ഉദ്യമത്തിലൂടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ച ശക്തി അതും വിൽ പവർ തന്നെ. അപ്പോൾ വിൽ പവറിൻ്റെ ശക്തി അത്രയും അമാനുഷികമാണ്. അതുകൊണ്ട് ആ വിൽ പവറിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണ് എങ്കിൽ ഇതുപോലെ അത്ഭുതകരമായിരിക്കുന്ന അമാനുഷികമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ നമുക്കെല്ലാവർക്കും സാധ്യമാണ്. അപ്പോൾ ഇതിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ അതിനെ കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കുകയാണ്. 2 ഭാഗങ്ങളാക്കി മാറ്റുകയാണ്, വിൽ ആൻഡ് പവർ. വിൽ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഡിസയർ, ഇച്ഛ, ആഗ്രഹം. അതായത് ഒരു കാര്യം നേടിയെടുക്കണം എന്നുള്ള ഇച്ഛ നമ്മളുള്ളിൽ എപ്പോഴാണോ വരുന്നത് അവിടെയാണ് നമുക്ക് അതിനെ നേടിയെടുക്കാനായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തത് എന്താണ്? പവർ. ആ കാര്യം നേടിയെടുക്കാനുള്ള ശക്തി, അതാണ് പവർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം നേടണം എന്നൊരു ഇച്ഛ വേണം. ആണ് വേർ ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ എന്ന് പറയാൻ കാരണം, എവിടെ നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ടോ അവിടെ തീർച്ചയായും ഒരു വഴി നിങ്ങൾക്ക് തുറന്നു കിട്ടുന്നതായിരിക്കും. ആഗ്രഹമില്ലാത്തവർക്കോ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ആദ്യം വേണ്ടത് ഒരു ഡിസയർ എന്ന അഗ്നി നമ്മുടെ ഉള്ളിൽ കത്തണം. അപ്പോൾ തീർച്ചയായിട്ടും അതിനെ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഡിസയർ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നേടിയെടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ആ ശക്തി ഇപ്പം എന്തുകൊണ്ടാണ് ബന്ധനത്തിൽ കിടക്കുന്നത്? എന്ത് ബന്ധനാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങൾക്ക് അഗ്നി പകരാതിരിക്കുന്നത്? ശരിക്കും വിൽ പവർ എന്നുള്ള ഡെഫിനിഷൻ ചിന്തിക്കുമ്പോൾ അതിലൂടെ നമുക്ക് അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകാം. ആക്ടിവേറ്റഡ് പോസിറ്റീവ് തോട്ട് എനർജി, അതിനെയാണ് വിൽ പവർ എന്ന് പറയുന്നത്. അതായത് പ്രവർത്തനോന്മുഖാക്കി ഉണർത്തിയ സങ്കല്പശക്തിയാണ് ഇച്ഛാശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ശക്തി ഒരു കാര്യം നേടാൻ വേണ്ടി സങ്കല്പത്തിന് അത്രയും നമ്മൾ ചാർജാക്കി കഴിയുമ്പോൾ ആ ശക്തിയാണ് ഇച്ഛാശക്തിയായി മാറുന്നത്. അപ്പോൾ ഒരു കാര്യം നമ്മൾ നിരന്തരം ചെയ്യുകയാണ് എങ്കിൽ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഉള്ളിൽ സ്വഭാവങ്ങളായി മാറും. സ്വഭാവം കാലം കഴിയുമ്പോൾ സംസ്കാരമാകുകയും പിന്നീട് നമ്മുടെ വിചാരങ്ങളൊക്കെ ഈ സംസ്കാരത്തിൻ്റെ ആധാരത്തിലായിരിക്കും ഏതൊരു കാര്യത്തോടുള്ള കാഴ്ചപ്പാടും പ്രതികരണവും റെസ്പോൺസും ഒക്കെ നമ്മുടെ ഉള്ളിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന വീക്കായൊരു സ്വഭാവം ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ വീക്കായ സ്വഭാവം ആവർത്തിച്ച് നമ്മുടെ സംസ്കാരമായി മാറിയിട്ടുണ്ടാകും. അതിനേക്കാൾ വലിയൊരു കാര്യം ചെയ്യാൻ നമ്മൾ പുറപ്പെടുന്ന സമയത്ത് ഈ വീക്കായ സംസ്കാരത്തിൻ്റെ വലി മൂലം പലപ്പോഴും നമുക്കത് ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട്, പക്ഷെ ചെയ്യാൻ ശക്തിയില്ല എന്ന് പറയും. കാരണം വേറൊന്നുമല്ല, അവിടെ നമ്മുടെ വിൽ പവറിൻ്റെ പെർസെൻറ്റേജ് വളരെ കുറവാണ്. അതിനെ വീണ്ടും നമ്മൾ ആക്ടിവേറ്റ് ചെയ്യിക്കേണ്ടിയിരിക്കുന്നു, പ്രവർത്തനോന്മുഖമാക്കേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് അതിനെ ആക്ടിവേറ്റ് ചെയ്യുക? അത് വളരെ ലളിതമായൊരു കാര്യമാണ്. അത് അത്രയും അസാധ്യമായിരിക്കുന്നൊരു മായാജാല വിദ്യയൊന്നുമല്ല. വളരെ ശ്രദ്ധയോടുകൂടി ചെറിയൊരു വാക്കിനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റണം. എനിക്ക് ചെയ്യാൻ പറ്റില്ല, എന്നെക്കൊണ്ടാവില്ല, എനിക്ക് സാധിക്കില്ല, ഇത്തരം ശബ്ദങ്ങൾക്ക് പകരം ഞാൻ പരിശ്രമിക്കാം, ചെയ്തു നോക്കട്ടെ എന്ന ഒരു ചെറിയൊരു ശബ്ദത്തിൻ്റെ പരിവർത്തനം ആദ്യം നമ്മൾ കൊണ്ടുവരണം. പിന്നെ പരിശ്രമിക്കാമെന്ന് തീരുമാനിച്ച കാര്യങ്ങൾ എന്താണോ അതിനെ കൊച്ചു കൊച്ചു പ്ലാനുകളാക്കി നമ്മൾ പ്രവർത്തിക്കാൻ ആരംഭിക്കണം. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നമുക്കതിനെ
ചെറിയ കാര്യമാവുന്ന സമയത്ത് നേടിയെടുക്കാൻ സാധിക്കും, സ്വന്തമാക്കാൻ സാധിക്കും, പ്രവർത്തിക്കാൻ സാധിക്കും. അപ്പോൾ ചെറിയ കാര്യം പ്രവർത്തിക്കുമ്പോൾ കിട്ടുന്ന ആ വിജയം, സന്തോഷം നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളിൽ എപ്പോഴൊക്കെ നമുക്ക് സക്സസ് കിട്ടുന്നു അപ്പോഴൊക്കെ നമുക്ക് വല്ലാത്ത ഉത്സാഹ ഉന്മേഷം അനുഭവമാവാറുണ്ട്. കാരണം നമ്മുടെ തലച്ചോറിൻ്റെ ഉള്ളിൽ എൻഡോർഫിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ടാകും. ആ ഹോർമോണിൻ്റെ പ്രവർത്തനം കൊണ്ട് വളരെ ഉത്സാഹവും സന്തോഷം അനുഭവമാവും. അപ്പോൾ നമുക്ക് എപ്പോഴാണോ വിജയം കിട്ടുന്നത് അതോടുകൂടി നമ്മുടെ തലയുടെ ഉള്ളിലുണ്ടാകുന്ന ആ ഉത്സാഹ ഉന്മേഷവും നമുക്ക് പോസിറ്റിവിറ്റിക്ക് ശക്തി നൽകുകയും അടുത്ത പ്രാവശ്യം അടുത്ത ചെറിയ കാര്യം ചെയ്യാൻ നമ്മൾ സന്നദ്ധരാകുകയും ചെയ്യും. കാരണം നമ്മുടെ ഏതൊരു സ്വഭാവവും രൂപീകരിക്കപ്പെടുന്നതിനേക്കാൾ മുന്നേ നമ്മുടെ ബുദ്ധി ഒരു വീക്ക്നെസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ആദ്യം നമ്മുടെ ഉള്ളിൽ വീക്ക്നെസ് പ്രവർത്തിക്കുന്നതിനേക്കാൾ മുന്നേ അതിനെക്കുറിച്ച് ചിന്ത വന്നിട്ടുണ്ടായിരിക്കും. ആ ചിന്ത വേണോ വേണ്ടെന്ന് ചിന്തിക്കുന്ന സമയം നമ്മുടെ ബുദ്ധി തീരുമാനിച്ചിട്ടുണ്ടാകും അത് വേണ്ട. പക്ഷെ നമ്മളതിനെ കാര്യമാക്കാതെ കൊണ്ട് കാര്യം പ്രവർത്തിക്കും. വീണ്ടും വീണ്ടും പ്രവർത്തിച്ച് കഴിയുമ്പോൾ അത് നമ്മുടെ സംസ്കാരമാകും, ബുദ്ധിയുടെ ശക്തി മന്ദീഭവിച്ചു പോകും, റിസൾട്ട് വിൽ പവറും കുറഞ്ഞു പോകും. അതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ചെയ്യുമെന്ന ഡിസിഷൻ എടുത്തുകൊണ്ട് ആ ഡിസിഷൻ നമ്മൾ പ്രവർത്തിച്ച് നേടുമ്പോൾ അത് നമുക്ക് നമ്മുടെ ബുദ്ധിക്ക് ശക്തി കൂട്ടുകയും വിൽ പവറിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു സിഗരറ്റ് വലിക്കുന്ന ആളാണെന്ന് വിചാരിച്ചോട്ടെ. ഇന്ന് ഞാൻ 1 മണിക്കൂർ സിഗരറ്റ് വലിക്കില്ല. പിന്നെ അത് കുറച്ച് നാൾ ചെയ്തതിന് ശേഷം ഒരു നേരം ഞാൻ സിഗരറ്റ് വലിക്കില്ല. പിന്നെ കുറച്ചുകൂടി പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഇന്നത്തെ ഒരു ദിവസം ഞാൻ സിഗരറ്റ് വലിക്കില്ല. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഡ്യൂറേഷൻ, ഇൻറ്റൻസിറ്റി കൂട്ടിക്കൊണ്ടിരിക്കണം. പഠിക്കുകയാണെങ്കിൽ 1 മണിക്കൂർ ഞാൻ ഇന്ന് പഠിക്കും. പിന്നെ അത് കുറച്ച് നാൾ നിരന്തരം പഠിക്കുക, 2 മണിക്കൂർ ഞാൻ പഠിക്കും. പിന്നെ കുറച്ചുകൂടി നിരന്തരം കഴിഞ്ഞതിന് ശേഷം 3 മണിക്കൂർ പഠിക്കും. അങ്ങനെ ഏതൊരു കാര്യവും ചെറിയൊരു ഡിസിഷനിൽ തുടങ്ങി അത് നിരന്തരം വർദ്ധിപ്പിച്ച് കൊണ്ടുവരുന്നതനുസരിച്ച് നമ്മുടെ ബുദ്ധിയുടെ ശക്തി കൂടുകയും നമ്മുടെ സംസ്കാരം കീഴടങ്ങുകയും വിൽ പവർ ആക്ടിവേറ്റ് ആവുകയും ചെയ്യും. ഇനി മറ്റൊരു കാര്യം, നമ്മുടെ എന്താണോ ഡിസിഷൻ നമ്മൾ എടുക്കുന്നത് ആ ഡിസിഷനെ പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ സ്വയം ആത്മനിയന്ത്രണം അഥവാ സെൽഫ് കൺട്രോൾ വളരെ അത്യാവശ്യമാണ്. ഇനിയും നമ്മുടെ ചെറിയ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യണം. ഇന്ന് ഞാൻ ഇൻ്റർനെറ്റ് നോക്കില്ല, ഇന്ന് ഞാൻ വാട്സപ്പ് ചെക്ക് ചെയ്യില്ല, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മൊബൈൽ നോക്കുന്നൊരു സ്വഭാവമുള്ള ഒരാളാണെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നാലും ഞാൻ ഉച്ചവരെ ഒന്നും ഞാൻ നോക്കില്ല. ഇങ്ങനെ കൊച്ചു കാര്യങ്ങൾ, ഇന്ന് നമ്മളെ എന്തൊക്കെയാണോ ബന്ധിപ്പിക്കുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങളെ ചെറിയ ഘടകങ്ങളാക്കി അതിനെ ചെറിയൊരു കാലയളവിലേക്ക് നമ്മൾ ചെയ്യുമ്പോൾ ആ ചെയ്ത് കഴിയുന്ന സമയം നമ്മൾ അനുഭവിക്കുന്ന ആനന്ദം അത് നമ്മുടെ ബുദ്ധിയുടെ ശക്തി കൂട്ടും. ബുദ്ധിയുടെ ശക്തി കൂടുന്നതോടുകൂടി സംസ്കാരത്തിൻ്റെ വലി കുറയും, സ്വഭാവത്തിൻ്റെ കൺട്രോൾ നമ്മുടെ കൺട്രോളിൽ വരാൻ തുടങ്ങും. തീർച്ചയായിട്ടും നമ്മുടെ വിൽ പവറും വർദ്ധിക്കും. അതുകൊണ്ട് വിൽ പവറിനെ വർദ്ധിപ്പിക്കാൻ വേണ്ട ആദ്യത്തെ നമ്മുടെ ഒരു സപ്പോർട്ട് നമ്മൾ എടുക്കേണ്ടത് നമ്മളെ കൺട്രോൾ ചെയ്യാൻ തയ്യാറാകണം. ആത്മനിയന്ത്രണം, സെൽഫ് കൺട്രോൾ വളരെ ആവശ്യമാണ്. സെൽഫ് കൺട്രോൾ മാത്രം പോലെ ഒരു കാര്യം ചെയ്യുമ്പോഴേക്കും അല്പം ഒരു ക്ഷമ കൊണ്ടുവരണം. നമ്മൾ ഒരു ക്ഷമിക്കുന്നൊരു സ്വഭാവം നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ഇത്തരം നമ്മുടെ ആന്തരിക ശക്തികളെ വർദ്ധിപ്പിക്കാൻ ഏറ്റവും സഹായിക്കുന്ന ഒരു പ്രാക്ടീസാണ് മെഡിറ്റേഷൻ. കുറച്ച് സമയത്തേക്ക് ചെയ്യുക. പതുക്കെ മെഡിറ്റേഷൻ്റെ സമയം നിങ്ങൾ കൂട്ടുന്നതനുസരിച്ച് വിചാരിച്ച ലക്ഷ്യങ്ങളിലേക്ക് എടുത്ത നിശ്ചയങ്ങളിൽ ഉറച്ചു നിൽക്കാനും അത് ചെയ്യാനുള്ള ശക്തി നിങ്ങൾക്കുണ്ടാകും. ആ ശക്തിയിലൂടെ നിങ്ങളുടെ വിൽ പവർ നിങ്ങളറിയാതെ വർദ്ധിച്ച് എന്തും നേടിയെടുക്കാനുള്ള മഹത്തായ ശക്തി അത് നിങ്ങളുടെ സ്വന്തം ഭാഗമായി മാറും ചെയ്യും. ഇതുപോലെ കൊച്ചു കാര്യങ്ങളെ പ്രവർത്തിച്ചു നോക്കി ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്ന് വലിയ കാര്യങ്ങളെ നേടിയെടുക്കാൻ തക്ക വിധം വിൽ പവർ ഡെവലപ്പ് ചെയ്യാൻ കഴിവുള്ളവരായി നിങ്ങളെല്ലാവരും മാറട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുകയാണ്. ഓം ശാന്തി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനായി മൊബൈൽ സ്ക്രീനിൽ യൂട്യൂബ് എന്ന ആപ്ലിക്കേഷൻ തുറന്ന് മുകളിൽ സെർച്ച് ബാറിൽ BK സ്പേസ് ഷീജ എന്ന് ടൈപ്പ് ചെയ്യണം. തുടർന്ന് സബ്സ്ക്രൈബ് എന്ന ചുവന്ന നിറത്തിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ വലതുവശത്ത് പ്രത്യക്ഷപ്പെടുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയം നോട്ടിഫിക്കേഷൻ മൊബൈലിൽ ലഭിക്കാനും വീഡിയോ കാണാനും സാധിക്കുന്നതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഓരോരുത്തർക്കും നന്ദി.